മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം 2025. വിജനമായ ഊടുവഴികൾ തിരക്കേറിയ തെരുവുകൾക്ക് വഴിമാറുന്നു. വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ജനങ്ങളിൽ നൂറുമേനി പൊലിയളക്കുന്നു. മനസ്സുകളിൽ നിന്നും കാതുകളിലേക്ക് ആഘോഷത്തിന്റെ ആരവം പടരുന്നു. ഇപ്പോഴിതാ വീണ്ടും നിങ്ങളുടെ ഊഴമായി. ഇനി നിങ്ങൾ വിധിക്കുന്നു നിങ്ങളുടെ ഹിതം. ജനപക്ഷം 2025. നഗരസഭയിലെ 1 മുതൽ 43 വാർഡുകളിൽ സിറ്റി ന്യൂസ് നടത്തിയ ഓട്ടപ്രദക്ഷിണത്തിന്റെ നേർക്കാഴ്ചയുമായി ജനപക്ഷം 2025. ആകെയുള്ള 43 വാർഡുകളിൽ 19 വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി ജനറൽ വിഭാഗത്തിന് 2 വാർഡുകളും പട്ടികജാതി വനിതകൾക്കായി 3 വാർഡുകളും സംവരണം ചെയ്തിട്ടുണ്ട്. 638 പുരുഷ വോട്ടർമാരും 705 സ്ത്രീ വോട്ടർമാരും അടക്കം 1343 വോട്ടർമാരുള്ള 6ാം വാർഡായ മാപ്രാണം വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നിന്നും കുറുപ്പം റോഡ് വഴി കുന്നിക്കുരുത്താഴം മാടായിക്കോണം റോഡ് വഴി കോന്തിപുലം പുഞ്ചപ്പാടം വരെയും, കിഴക്ക് കോന്തിപുലം പുഞ്ചപ്പാടം മാടായിക്കോണം പുഞ്ചപ്പാടം വരെയും, തെക്ക് മാടായിക്കോണം പുഞ്ചപ്പാടം കോന്തിപുലം പാലം മുതൽ മാപ്രാണം നന്ദിക്കര റോഡ് വഴി കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ മാപ്രാണം ജംഗ്ഷൻ വരെയും, പടിഞ്ഞാറ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ മാപ്രാണം ജംഗ്ഷൻ മുതൽ കുറുപ്പം റോഡ് വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി ആർച്ച അനീഷ്, UDF സ്ഥാനാർത്ഥിയായി ബൈജു കുറ്റിക്കാടൻ, LDF സ്ഥാനാർത്ഥിയായി രഘു PC എന്നിവരാണ് ജനവിധി തേടുന്നത്. 5 വർഷം നഗരസഭ ഭരണത്തെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. നമുക്കും അറിയാം. നമ്മുടെ വാർഡിലേക്ക് ഓരോ ആവശ്യങ്ങളായി ഉന്നയിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ട് നമ്മളങ്ങോട്ട് പോണത്. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുമ്പോൾ ഞങ്ങളോട് ചെയ്യുന്ന അവഗണന അല്ലെങ്കിൽ ഒരു ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും അവർ നീതി തന്നിട്ടില്ല. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ അറിയിക്കണം. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനങ്ങളും അത് കാണും, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വാർഡിൽ എനിക്കുള്ള ഒരു അനുഭവം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വെൽനസ് സെൻ്ററിൻ്റെ വിഷയം. അതായത് മാടായിക്കോണം ഹെൽത്ത് സെൻ്ററിൽ വെൽനസ് സെൻ്ററാക്കി ഉയർത്തുക എന്നുള്ളൊരു പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പൂർണ്ണമായിട്ടത് കേന്ദ്ര പദ്ധതി തന്നെയാണ്. അതിൻ്റെ മുഴുവൻ തുകയും കേന്ദ്ര ഫണ്ട് തന്നെയാണ്. അപ്പോൾ ആ പദ്ധതി നമ്മുടെ വാർഡിൽ മാടായിക്കോണം ഹെൽത്ത് സെൻ്റർ ഇത്ര നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവിടേക്ക് വേണമെന്ന് നിർബന്ധപൂർവ്വം വാശി പിടിച്ച് കൗൺസിലിൽ സംസാരിച്ച് നമ്മുടെ മാടായിക്കോണം ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടുവരികയും കൗൺസിൽ അംഗീകാരം കിട്ടുകയും ചെയ്തു. അതിൻ്റെ തുടർ നടപടിയായിട്ട് എസ്റ്റിമേറ്റ് എടുത്തു, DPC അംഗീകാരം കിട്ടി. അങ്ങനെ അവിടെ തുടങ്ങും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടത് തടസ്സം നിൽക്കുക ചെയ്തത്. ഇപ്പോൾ എല്ലാ വിഷയങ്ങളും സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും കാര്യമായി വ്യക്തമായി ധാരണയുണ്ട്. ഇപ്പോൾ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ട്. നമ്മൾ പറഞ്ഞതിൽ കൂടുതലവർ ഇങ്ങോട്ട് നമ്മൾ പറയുകയാണ്. ഇത്രയും സഹായം ചെയ്താണ് മോദി സർക്കാർ. അതായത് മോദി സർക്കാർ നമ്മൾ കേന്ദ്രത്തിന് നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ നികുതി തിരിച്ച് ജനങ്ങൾക്ക് തന്നെ പല വിധത്തിൽ വീടുകളായിട്ടും അല്ലെങ്കിൽ അമൃത പദ്ധതി, വെള്ളം, അങ്ങനെ ഒരുപാട് പദ്ധതി മുഖാന്തരം നമുക്ക് ജനങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ നികുതി അടയ്ക്കുന്ന പോലെയല്ല കേന്ദ്രത്തിന് നികുതി അടയ്ക്കുന്നത് വേറെ രൂപത്തിൽ ജനങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ ഇപ്പോൾ മുനിസിപ്പാലിറ്റി, നഗരസഭയായാലും സ്റ്റേറ്റ് ആയാലും നികുതി കിട്ടിയാൽ എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. ജനങ്ങളെ നികുതി പിരിച്ചു വാങ്ങിയിട്ട് അവരെന്താ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഫസ്റ്റ് പ്രയോറിറ്റി മീൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞ 5 വർഷം ഞാൻ ഈ വാർഡ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ വികസനം തുടർച്ച എന്നോണം ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് റോഡുകൾ ഇനിയും അത് കഴിഞ്ഞ തവണ നമുക്ക് പുതിയ റോഡിനുള്ള ഫണ്ട് ആകെ കിട്ടിയത് ഒരു 4 ലക്ഷം രൂപ മാത്രമാണ് പുതിയ റോഡിനുള്ള ഫണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമ്മുടെ വാർഡിൽ തന്നെ ഏറ്റവും മോശമായ ഒരു ചുണ്ടങ്ങപ്പാട റോഡുണ്ട്. മാടായിക്കോണം സ്കൂൾ വഴി ചുണ്ടങ്ങപ്പാട റോഡ്. ആ റോഡ് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർച്ച കുറച്ച് ഭാഗം ചെയ്യാനുണ്ട്. അതേപോലെ വേറെ വില്ലേജ് ഓഫീസിൻ്റെ അവിടുത്തെ കുറച്ച് റോഡുകളും കൂടി ചെയ്യാനുണ്ട്. ആ പുതിയ റോഡുകൾ ആസ്തിയിൽ കയറ്റിയിട്ട് അത് വീണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഓരോ വീട്ടിലും ഇപ്പോൾ അമൃത പദ്ധതി കുറച്ച് വീടുകളിലൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീടുകൾ കൂടി ഇപ്പോൾ എൻ്റെ വാർഡിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല വെള്ളത്തിന്, എന്നാലും കുറച്ച് വീടുകളും കൂടി അത് എത്തിക്കാനുണ്ട്. അത് ചെയ്യണം. പിന്നെ കേന്ദ്ര പദ്ധതികൾ എല്ലാ വീടുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ എത്തിച്ചിട്ടുണ്ട്. ഇനിയും അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വികസനം ഒട്ടുമെറ്റാത്ത ഒരു വാർഡായിട്ടാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. ഉറപ്പായും ഞാൻ കഴിഞ്ഞ 5 വർഷം ഏകദേശം 1.5 കോടി രൂപയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ഇവിടെയും ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥകൾ മറ്റുള്ള കാര്യങ്ങളെല്ലതും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഈ 5 വർഷം കൊണ്ട് ഞാൻ കൗൺസിലറായി വരാൻ ചെയ്യും. നല്ലൊരു വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കാഴ്ചവെക്കാൻ ഏറ്റവും പരമാവധി പരിശ്രമിക്കും. തീർച്ചയായും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇലക്ഷൻ ആകുമ്പോൾ അവർക്ക് എപ്പോഴും ആവശ്യം അവർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു കൗൺസിലറും അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയും അതിന് പരിഹാരം ചെയ്യുന്ന ഒരാളെയാണ് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുകളിൽ ഒരു വാർഡിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് ഈ വാർഡിലെ ജനങ്ങൾക്കുള്ളത്. അവരുടെ പ്രശ്നങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കും. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം അടിസ്ഥാന വികസന മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശുചിത്വം, മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, കുടിവെള്ളം, അതുപോലെ തന്നെ ലൈറ്റ്, അങ്ങനെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ നഗരത്തിൽ തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വാർഡിൽ നിന്ന് ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ ബാക്കിലുള്ള പാടത്തിൻ്റെ റോഡ് ടാറിങ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഒരുപാട് ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണ്. അവിടെ അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കൂടി, ചെറിയ വിശ്രമ സ്ഥലം കൂടി ഒരുക്കുന്നതിനുള്ള സൗകര്യം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്താണ് മറ്റേ എന്താ പറയുക പറപ്പൂക്കരയ്ക്ക് പോണ വഴിയിലുള്ള കോന്തിപുലം പാലം. അതിൽ മുഴുവൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ആ പാലത്തുമ്മൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടിയെടുക്കും. അതുപോലെ തന്നെ ഈ വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥകളുണ്ട്. പല സ്ഥലത്തും റോഡുകൾ പഴയ കാലഘട്ടത്തിൽ കിടക്കുന്നത്, മണ്ണ് റോഡുകൾ കിടക്കുന്നത്, അതൊക്കെ പരിഹരിച്ച് നമുക്ക് സുഗമമായി സഞ്ചരിക്കുന്ന റോഡുകളാക്കി മാറ്റുന്നത് പരിശ്രമിക്കുന്നതായിരിക്കും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ കഴിഞ്ഞ 25 വർഷക്കാലം ഭരിച്ച കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ട് നമുക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാം എന്നിരുന്നാലും അതൊന്നും നമ്മുടെ ഇരിങ്ങാലക്കുട പട്ടണം സംബന്ധിച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ തൊട്ട് പ്രദേശത്തുള്ള പല റോഡുകളും സഞ്ചാരയോഗ്യമല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് നിരന്തരം കണ്ടിരിക്കുന്ന കാര്യമാണ്. റോഡുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി അടക്കം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം 4 സെൻറ്റും 5 സെൻറ്റിൽ ഒതുങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ക്രിമിറ്റോറിയം വേണമെന്ന് നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് UDFും ഭരണസമിതിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊതുവേ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഇരിങ്ങാലക്കുട വർഷങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അമ്പേ പരാജയമാണ്. നിങ്ങൾക്കറിയാം, 3.5 കോടി രൂപയോളം ചെലവഴിച്ച് മഹാനായ ചാത്തൻ മാസ്റ്റർ പേടി നിർമ്മിച്ച മാപ്രാണത്തുള്ള നമ്മുടെ ഹാള് നമ്മളെന്താണ് പറഞ്ഞത്, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇതുവരെ നടന്നിട്ടില്ല. ഒരു അടിസ്ഥാന സൗകര്യങ്ങളും നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ 3.5 കോടി രൂപ ചെലവഴിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനകത്ത് വെള്ളം വേണം, ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളമാണ്. ആ വെള്ളം പോലും, കുടിവെള്ളം പോലും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുടിവെള്ളം പോലും ഉണ്ടാക്കി ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, അവിടെ മഴ പെയ്താൽ, വർഷക്കാലത്ത് മഴ പെയ്താൽ ആ വെള്ളം നേരെ ഇങ്ങോട്ട് ഒലിക്കുകയാണ്. ഇത് പറഞ്ഞു ഏകദേശം 5-6 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു ജനറേറ്റർ സ്ഥാപിച്ചത്. ആ ജനറേറ്റർ സ്ഥാപിച്ച് വെയിലും മഴയും കൊണ്ട് നശിച്ചു പോയി. വീണ്ടും നമ്മളൊരു സമരരംഗത്തേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. ആ സമരരംഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോഴാണ് അതിന് മുകളിൽ ഒരു ഷീറ്റ് ഇട്ട് ഇപ്പോൾ മറച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ആദ്യം സഞ്ചരിക്കണം, പൊതുവഴിയിലൂടെ സഞ്ചരിക്കണം. ആ പൊതുവഴി സഞ്ചരിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ്, നമുക്കറിയാം, ഇപ്പോൾ ഞാൻ പല പ്രദേശങ്ങളിൽ സഞ്ചരിച്ചപ്പോഴും ഇപ്പോഴും വളരെ മോശപ്പെട്ട വീടുകൾ, വളരെ ദരിദ്രരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായുള്ള സഹായങ്ങൾ ചെയ്യണം. ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയാം, കോന്തിപുലം പ്രദേശത്ത് നമുക്ക് വലിയ പറയാം, നമ്മുടെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് തൊട്ടപ്പുറത്ത് വലിയ തോതിലുള്ള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പല സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രദേശത്തും അത് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സർക്കാർ ഒരുപാട് കോടിക്കണക്കിന് രൂപ നമ്മുടെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിലും
ആ പൈസ വേണ്ട വിധത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് ഒന്ന് കയറി കിടക്കാനുള്ള ഒരിടം എന്ന നിലയിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ സജീവമായിട്ടുള്ള പരിഗണനയിലുണ്ട്.